നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ 1ാം ക്ലാസ് പ്രവേശനം ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സർക്കാർ സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. 2020 ജനുവരി 1-നും ഡിസംബർ 31-നും ഇടയിൽ ജനിച്ച കുട്ടികൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുള്ളത്. രാവിലെ 7 മണി മുതൽ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾ മെയ് 10 ഞായറാഴ്ച വരെ നീണ്ടുനിൽക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ രക്ഷിതാക്കൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. മെയ് ദിനം ഞായറാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയും. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മന്ത്രാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും 2026 മെയ് 1 വെള്ളിയാഴ്ച അവധിയായിരിക്കും. ഔദ്യോഗിക അവധി വെള്ളിയാഴ്ചയായതിനാൽ 2026 മെയ് 3 ഞായറാഴ്ച അവധി നൽകിക്കൊണ്ട് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ഒരു ജീവനായി ഒരു തുള്ളി രക്തം SKSSF രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതങ്ങളെ ചേർത്ത് പിടിക്കാമെന്ന ലക്ഷ്യത്തോടെ ഒരു ജീവനായി ഒരു തുള്ളി രക്തം എന്ന ശീർഷകത്തിൽ SKSSF ബഹ്റൈൻ സംഘടിപ്പിച്ച 6ാമത് രക്തദാന ക്യാമ്പ് മുഹറം കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു. ബഹ്റൈനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 70ഓളം രക്തദാതാക്കൾ ക്യാമ്പിലെത്തി രക്തം നൽകി. ബഹ്റൈനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ക്യാമ്പിലെത്തി ആശംസാ സന്ദേശം നൽകി. സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് യാസർ ജിഫ്രി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ക്യാമ്പ് റെയിൻ ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി ബഷീർ ദാരിമി, സമസ്ത ബഹ്റൈൻ വിവിധ ഏരിയ ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ ഇനി ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സലാം കോറോത്തിന് യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിൽ നിന്ന് വിരമിച്ചു നാട്ടിലേക്ക് മടങ്ങുന്ന കോഴിക്കോട് ജില്ലാ OICC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സലാം കോറോത്തിന് OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. OICC ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങ് ദേശീയ ജില്ലാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായി. വിവിധ സന്നദ്ധ സാംസ്കാരിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന സലാം കോറോത്തിന്റെ പ്രവർത്തനങ്ങളെ യോഗം ഏകകണ്ഠമായി പ്രശംസിച്ചു. പ്രവാസാനന്തര ജീവിതം സന്തോഷകരവും സമൃദ്ധവുമായിരിക്കട്ടെ എന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആശംസിച്ചു. OICC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് പനായി അധ്യക്ഷത വഹിച്ചു. ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി ഷമീം കേസിഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് കക്കയം സ്വാഗതം പറഞ്ഞു. സലാം കോറോത്തിന് ജില്ലാ കമ്മിറ്റിയും പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയും മെമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിന് വാജിദ് M നന്ദി അർപ്പിച്ചു. ചിരി ഒരു പ്രത്യയശാസ്ത്രവും പോസിറ്റീവ് എനർജിയുമാണ്. കലാഭവൻ ജോഷി.
ആത്മസംഘർഷങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇടയിൽ ചിരിയുടെ ബഹുവർണ്ണങ്ങൾ നർമ്മത്തിൽ ചാലിച്ച AKCCയുടെ നർമ്മകൂട്ട് കലാഭവൻ ജോഷി ഉദ്ഘാടനം ചെയ്തു. ചിരി ഒരു പ്രത്യയശാസ്ത്രമാണ്. പലതരം വ്യാഖ്യാനങ്ങൾക്കും വിശകലനങ്ങൾക്കും സാധ്യതയുള്ള ഒന്നാണ് ചിരിയെന്ന് AKCCയുടെ നർമ്മകൂട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുപ്രസിദ്ധ സിനിമാ താരം കലാഭവൻ ജോഷി പറഞ്ഞു. AKCC പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്ലോബൽ സെക്രട്ടറിയുമായ ചാൾസ് ആലുക്ക മുഖ്യ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ റോബിൻ കെ സെബാസ്റ്റ്യൻ സ്വാഗതവും പോളി വിദ്യയിൽ നന്ദിയും അറിയിച്ചു. ഫെഡ് ബഹ്റൈൻ യാത്രയയപ്പ് നൽകി. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ 34 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന ഫെഡ് അംഗം മനോജിനും ഭാര്യ സുമിക്കും യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡസ്, ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ ചേർന്ന് ഫെഡിന്റെ സ്നേഹോപഹാരം കൈമാറി. വൈസ് പ്രസിഡന്റ് ഡെന്നി ജെയിംസ്, കോർ കമ്മിറ്റി ചെയർമാൻ റോയ് സെബാസ്റ്റ്യൻ, എക്സിക്യൂട്ടീവ് അംഗമായ കാർലിൻ ക്രിസ്റ്റോഫർ, മുൻ ജനറൽ സെക്രട്ടറി ജയരാജ് എന്നിവർ യാത്രയയപ്പിൽ പങ്കെടുത്തു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസ് ഭൗമദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസ് KGM പ്രൈമറി വിഭാഗവും സംയുക്തമായി പരിസ്ഥിതി അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭൗമദിനം ആഘോഷിച്ചു. ഭൂമിയെ സംരക്ഷിക്കുന്നതിന്റെയും പ്രകൃതിയെ പരിപാലിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ നടന്നു. ഭൗമദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ചെറിയ പ്രസംഗങ്ങളും പരിപാടിയിലുണ്ടായിരുന്നു. ഭൂമിയെ രക്ഷിക്കൂ, മരങ്ങൾ നടുക തുടങ്ങിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വർണ്ണാഭമായ പോസ്റ്ററുകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V രാജപണ്ഡിയൻ, ഭരണസമിതി അംഗങ്ങൾ ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമില സേവ്യ, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവർ വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തത്തെ അഭിനന്ദിച്ചു. ആഷിഖ് മെഴുത്തൂരിന് യാത്രയയപ്പ് നൽകി. 15 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിക്കുന്ന ബഹ്റൈൻ KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറിയും KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകിയ ആഷിഖ് മെഴുത്തൂരിന് പാലക്കാട് ജില്ലാ KMCC കമ്മിറ്റി യാത്രയയപ്പ് നൽകി. ജില്ലാ KMCC വൈസ് പ്രസിഡന്റ് യൂസഫ് മുണ്ടൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് യോഗം ബഹ്റൈൻ KMCC ആക്ടിംഗ് പ്രസിഡന്റ് റഫീഖ് തോട്ടകര ഉദ്ഘാടനം ചെയ്തു. നിസാമുദ്ദീൻ മാരായമംഗലം സ്വാഗതവും ഹാരിസ് തൃത്താല നന്ദിയും അറിയിച്ചു. SSLC ഫലപ്രഖ്യാപനം മെയ് 15-ന്, ഹയർ സെക്കൻഡറി മെയ് 22-ന്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മെയ് 15-നും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടെ അതിന്റെ ഫലവും പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കേരളം, ലക്ഷദ്വീപ് മേഖലകളിലായി 4,16,864 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളും വിതരണം ആരംഭിക്കും. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും 1ാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.